എ.ഡി.എം. നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച് ടി.വി. പ്രശാന്തൻ പരാതി നൽകിയിരുന്നോ എന്ന വിവരാവകാശ ചോദ്യത്തിന് മറുപടി നൽകാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പരാതിയുടെ കൃത്യമായ കാലയളവില്ലാതെ മറുപടി നൽകാൻ കഴിയില്ല എന്നാണ് വിശദീകരണം. ടി.വി. പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിലെ പൂർണ്ണ വിവരങ്ങൾ വെച്ചായിരുന്നു വിവരാവകാശം നൽകിയത്. മിഥുൻ ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു എങ്കിലും മറുപടി എന്താണ് ലഭിച്ചത്? വീണ, എ.ഡി.എം. നവീൻ ബാബുവിനെതിരെ കണ്ണൂർ സ്വദേശിയായ ടി.വി. പ്രശാന്തൻ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് വിജിലൻസിന് പരാതി നൽകിയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ കാര്യത്തെ സംബന്ധിച്ച് വിവരാവകാശം ചോദിച്ചതിനാണ് ഇത്തരത്തിൽ കൃത്യമായ മറുപടി നൽകാതെ അപേക്ഷ തള്ളുന്ന ഒരു ഓഫീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പരാതിയുടെ കൃത്യമായ കാലയളവില്ലാതെ മറുപടി നൽകാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ടി.വി. പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയ ആ കത്തിലെ പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടെ വെച്ചാണ് ഈ കണ്ണൂർ ഇരിക്കൂർ മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് നേതാവായ ടി.എൻ. ഖാദർ ഒരു വിവരാവകാശ അപേക്ഷ നൽകിയത്. എന്നാൽ ഇതിനാണ് ഇത്തരത്തിൽ ഒരു കൃത്യമായ മറുപടി നൽകാതെ ആ അപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. നിരവധി പരാതികളാണ് ഓരോ ദിവസവും പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ആയതിൽ നിന്ന് പരാതി സമർപ്പിച്ച വ്യക്തിയുടെ പേര്, വിലാസം, മൊബൈൽ നമ്പർ, പരാതി സമർപ്പിച്ച കാലയളവ് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമായെങ്കിൽ മാത്രമേ ഒരു പരാതി കണ്ടെത്താൻ കഴിയുള്ളൂ. ഏത് കാലയളവിൽ സമർപ്പിച്ച പരാതിയാണ് എന്ന് താങ്കളുടെ വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കിയിട്ടില്ല. അതിനാൽ പരാതി കണ്ടെത്തുവാൻ പര്യാപ്തമായ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി അപേക്ഷ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. എന്നാൽ കൃത്യമായി ഈ കത്തടക്കം, അതായത് ടി.വി. പ്രശാന്തൻ കൊടുത്തു എന്ന് പറയുന്ന കത്തടക്കം വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ ഒരു വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചത്. അതിന് കൃത്യമായ ഒരു മറുപടി നൽകാതെ തള്ളുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വീണ, ഓക്കെ, ശരി മിഥുൻ.